സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അത് നമ്മളുടെ വീടുകളിലേക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എല്ലാം എത്തിച്ചേരുന്ന സമയങ്ങളാണിപ്പോൾ. അതുമാത്രമല്ല, ആരോഗ്യ മേഖലയിൽ ജനശ്രദ്ധ ആർജിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന വലിയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ നടന്നിരിക്കുന്നു. മുൻപൊക്കെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ 5 ലക്ഷം രൂപ ലഭിച്ചിരുന്ന വ്യക്തികൾ, അതോടൊപ്പം തന്നെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കാത്തവർക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ടിന്റെ സഹായം, അതായത് 2 ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ആ ഒരു പദ്ധതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്ന്, അതായത് പുതിയ പ്രഖ്യാപനങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുകയാണ്. പുതിയ ആരോഗ്യ ഇൻഷുറൻസിലേക്കുള്ള രജിസ്ട്രേഷൻ, നിലവിൽ കാർഡ് ലഭ്യമല്ലാതിരുന്ന സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക്, മധ്യവർഗ വിഭാഗങ്ങൾക്ക് എല്ലാം തന്നെ ഇനി ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ വളരെ വൈകാതെ തന്നെ ഇതിന് നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുന്നതാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഈ സമയത്ത് വരുന്നത്. 2026 ജൂൺ ജൂലൈ മാസങ്ങളോടെയൊക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് ആരംഭിക്കുക. അപ്പോൾ ഇതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ, മറ്റ് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെല്ലാം തന്നെ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഹെൽത്ത് പോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുള്ളത് കൊണ്ട് തന്നെ സർക്കാർ ആശുപത്രികളിൽ നമുക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി, OP ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി ക്യൂ നിൽക്കേണ്ട ആവശ്യം പോലുമില്ല. ഹെൽത്ത് പോർട്ടൽ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്ത ശേഷം ഡോക്ടറുടെ അപ്പോയിൻമെന്റ് എടുക്കുന്നതിനും, അതോടൊപ്പം തന്നെ തീയതി, അതോടൊപ്പം തന്നെ സ്ലോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബുക്ക് ചെയ്ത് ഒരു ക്യൂ പോലും നിൽക്കാതെ നമുക്ക് ഡോക്ടറുടെ അപ്പോയിൻമെന്റ് എടുക്കുന്നതിനും സാധിക്കുന്നതാണ്. ഇനി അതുമാത്രമല്ല, സംസ്ഥാനത്തെ ക്യാൻസർ രോഗികൾക്കുള്ള മരുന്നുകളുടെ ഉൾപ്പെടെ വിലയിൽ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക സബ്സിഡി പോലുള്ള കാര്യങ്ങൾ. ഇനി അത് മാത്രമല്ല, ജീവൻ രക്ഷാ മരുന്നുകൾക്കുൾപ്പെടെ പ്രത്യേക വിലക്കിഴിവ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ. കാരുണ്യ ഫാർമസിയിലൂടെ സാധാരണക്കാർക്ക് വലിയ വിലക്കുറവിൽ തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നു. ഇനി വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക്, അത് പിന്നോക്ക വിഭാഗങ്ങൾക്ക്, അതോടൊപ്പം മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക്, അതോടൊപ്പം തന്നെ വിദേശ ജോലി ആഗ്രഹിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക്, ഇങ്ങനെ വിവിധ മേഖലകളിൽ സർക്കാർ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നുണ്ട്. നിലവിൽ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ മാർഗ്ഗദീപം എന്ന പേരിൽ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് സംസ്ഥാനത്ത് നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇനി ഇത് മാത്രമല്ല, സംസ്ഥാനത്തെ പട്ടയ വിതരണം കൂടുതൽ കാര്യക്ഷമമായിട്ട് നമ്മളുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന 10 വർഷങ്ങളാണിത്. ഏറ്റവും കൂടുതൽ പട്ടയമേളകൾ സംസ്ഥാനത്ത് സംഘടിപ്പിച്ച പട്ടയമേളകളിലൂടെ പട്ടയങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയില്ലാത്തവർക്ക് മനസ്സോട് ഇത്തിരി മണ്ണ് എന്ന് പറയുന്ന പദ്ധതികളിലൂടെ അർഹതപ്പെട്ട വ്യക്തികളെ കണ്ടെത്തി അവർക്ക് കൃത്യമായിട്ട് ഭൂമി നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായിട്ട് റേഷൻ കാർഡുകൾ 65,000-ഓളം വരുന്ന അർഹതപ്പെട്ടവർക്ക് BPL റേഷൻ കാർഡുകൾ സംസ്ഥാനത്ത് ഇഷ്യൂ ചെയ്തു. അപ്പോൾ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് BPL റേഷൻ കാർഡ് ലഭിച്ചതിലൂടെ തന്നെ സൗജന്യ ഭക്ഷ്യവിഹിതം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇനി അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലൂടെ 1000 രൂപ, കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ യുവജനങ്ങൾക്ക് 1000 രൂപ, പ്രതിമാസ പെൻഷൻ തുക വയോജനങ്ങൾക്ക് 2000 വീതം എന്നിങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ നൽകി ഒന്നാമതായിട്ട് നമ്മളുടെ സംസ്ഥാനം മുന്നേറുകയാണ്. ഇനി അത് മാത്രമല്ല, വ്യവസായ നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ സംസ്ഥാനമാണ് പാസ്സാക്കിയിട്ടുള്ളത്. വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്താണ് നമ്മളുടെ സംസ്ഥാനം. സംരംഭകരെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, അവർക്ക് പ്രത്യേക സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകി സംരംഭത്തിന് വേണ്ടിയുള്ള എല്ലാ കൈത്താങ്ങും സംസ്ഥാന സർക്കാരും അതോടൊപ്പം വ്യാവസായിക വകുപ്പും സംയുക്തമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും ഒന്നാമതായിട്ട് നമ്മളുടെ സംസ്ഥാനം മുന്നേറുകയാണ്. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക.